ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ധന്യ. ഞാൻ USA നിന്ന് വരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 4, 2022 അതിനുശേഷം എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ഞാൻ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. ഞാൻ 2023 ഫെബ്രുവരി 13 പിന്നെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള അനുഗ്രഹം തന്നു. അതിനുശേഷം ഞാൻ കൺസീവ് ആവുകയും, പക്ഷേ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത മുതൽ എനിക്ക് നല്ല ബ്ലീഡിംഗ് ആണ്. എനിക്ക് ഭയങ്കരമായ പേടിയായി. ഞാൻ എന്നും തൈലം തേച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഡോക്ടർ എനിക്ക് 7th മന്ത് ആയപ്പം ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്ലീഡിങ് കുറച്ച് കുറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൂടാതെ ഞാൻ അവിടെ നോർത്ത് അമേരിക്കൻ ഫാർമസിസ്റ്റ് ലൈസൻസിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയും കൂടെയാണ്. അപ്പം ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണ്. കുഞ്ഞുമോളെ വയറ്റിലിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. പക്ഷേ എവിടുന്നോ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എനിക്ക് എല്ലാത്തിനും ധൈര്യം തരുക, എല്ലാത്തിനും എനിക്ക് ശക്തി കിട്ടുന്നത് പോലത്തെ ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. അതുകൂടാതെ അതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പം അച്ഛൻ എനിക്ക് എക്സാം എഴുതാനായിട്ട് പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം തന്നു. പക്ഷേ ആ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഈ മോളെ വയറ്റിലിട്ട് എനിക്ക് ബെഡ് റെസ്റ്റാണ്, എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ ഇത്രയും വലിയ എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. ഈശോയും മാതാവും കൂടെ ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തേയില്ല. അങ്ങനെയുള്ളപ്പം ഈ കാശുരൂപം നഷ്ടപ്പെട്ടപ്പം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് 0 ആയി. പക്ഷേ എന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്കൊരടയാളം തരാതെ എനിക്ക് എക്സാമിന് പോകാനുള്ള ധൈര്യമില്ല. കാരണം എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല. ഈശോയും മാതാവും എൻ്റെ അപ്പുറം ഇപ്പുറയും വന്നിരിക്കാതെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്നും രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് എക്സാം എഴുതാനായിട്ട് എൻ്റെ കൂടെ വരണേ, ഇല്ലെങ്കിൽ എനിക്കൊരു അടയാളം തരണേ എനിക്ക് എക്സാം എഴുതാനായിട്ട്. ഒരു ദിവസം രാവിലെ 3 മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പം അമ്മ മാതാവ് എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുക, ഈ കൃപാസനം മാതാവിൻ്റെ രൂപത്തിൽ. ഞാൻ ഞെട്ടിത്തെറിഞ്ഞു പോയി. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പം എനിക്ക് തോന്നിയത്, നീ എന്തിനാ മോളെ പേടിക്കുന്നേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ എന്നുള്ള ആ ഒരു മുഖഭാവമാണ് എനിക്ക് എത്ര നന്ദി പറയണമെന്നറിയില്ല. ഒരാഴ്ച കൊണ്ട് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാൻ എക്സാം പോയി എഴുതി. എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു. പക്ഷേ ദൈവം എന്നെ ആ എക്സാം പാസ്സാക്കി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മോളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്കൊന്നും തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു മോനും ഉണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് തൈലം തേച്ച് ഉടമ്പടി കാശുരൂപം എല്ലാം കഴുത്തിലിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. എല്ലാം സ്മൂത്തായിട്ട് നടന്നു. ദൈവം എനിക്ക് ആരോഗ്യമുള്ള എൻ്റെ പൊന്നു മോളെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് 100,000 നന്ദി. അത് കഴിഞ്ഞിട്ട് മോളെ വെച്ച് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് അവിടുത്തെ ലോ എക്സാം ക്ലിയർ ചെയ്യണം. എനിക്കത്ര ഈസി ആയിരുന്നില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോനും തന്നെയാണ്, ഞങ്ങൾക്ക് വേറെ ഹെൽപ്പൊന്നുമില്ല. അപ്പം എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് സഹായിച്ചു, മോളെയും നോക്കിത്തന്ന്. ആ സമയത്ത് എനിക്ക് പഠിക്കാനുള്ള ഇതൊക്കെ ഈശോ എനിക്ക് അനുവദിച്ച് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നിട്ട് എനിക്ക് എക്സാമിന് പിന്നെയും അടുത്ത ലോ എക്സാമിന് ഡേറ്റ് എടുക്കാനായിട്ടും എനിക്ക് ധൈര്യമില്ല, എനിക്ക് പേടിയാണ്. കാരണം ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പാസ്സാവത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഡിസംബർ 7 അച്ഛൻ പറഞ്ഞു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 20 വർഷം തികയുന്ന ദിവസമാണ്. അപ്പം എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ആ ദിവസം തന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാനും, അതുകൂടാതെ അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് 2:30 തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനും മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. അതുകൂടാതെ അന്ന് എക്സാമിൻ്റെ അന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു,
അമ്മേ ഞാൻ എക്സാം പാസ്സാവുമോ, എനിക്ക് 2-3 അടയാളങ്ങൾ തരണേ. അന്ന് രാവിലെ എക്സാമിന് ഞാൻ പോകുന്നതിന് മുമ്പ് രാവിലെ പുറത്തോട്ട് നോക്കിയപ്പം, എൻ്റെ വീടിൻ്റെ പുറത്ത് നോക്കിയപ്പം മേരി എന്ന് പേരുള്ള മോള്, അവളെ ഞാൻ ഒരിക്കലും കാണാറില്ല, പക്ഷേ അന്ന് ഞാൻ അവളെ അതിലെ പുറത്തേക്ക് പോകുന്ന കണ്ടു. അപ്പം എനിക്ക് തോന്നി മാതാവ് ഉണ്ട്. അന്ന് എക്സാമിന് പോകുന്ന വഴി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ഞാൻ എക്സാമിന് ചെല്ലുമ്പം അവിടെ എക്സാമിനറായിട്ട് ഇരിക്കുന്നവർ, ഞാൻ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗ്രേ കളറുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതെ, അവിടെ ഉണ്ടായിരുന്ന 2 എക്സാമിനർമാരുടെയും ഡ്രസ്സിൻ്റെ കളർ ഗ്രേ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നെ ഡിസംബർ 7 2:30 മാതാവ് പ്രത്യക്ഷിച്ച സമയത്ത് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്താനായിട്ട് അമ്മ എനിക്ക് അനുവദിച്ചു വന്ന സമയമാണ് അതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനുശേഷം റിസൾട്ട് വന്നു, എനിക്ക് എക്സാം ക്ലിയർ ആയത്, എനിക്ക് ലൈസൻസിങ് തന്ന് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പൊന്നീശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ വന്ന ഉയർച്ച എന്ന് പറഞ്ഞാൽ കുറേ നേരം പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കാനും ഒരുപാട് കൊന്ത ചൊല്ലാനും ഒക്കെ അമ്മ എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ ഞാൻ ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു, പക്ഷേ കുറേയൊക്കെ അത് കുറയ്ക്കാനായിട്ട് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് സാധിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് നൽകി. എന്നെ ഇങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തി എൻ്റെ പുണ്യതമ്പുരാന് 1000 നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തനങ്ങൾ 126:3